അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 3D പ്രിൻറ്റിംഗ് മെഷീൻ്റെ ഒരു അസംബ്ലിംഗ് ആണ്. ഇതാണ് 3D പ്രിൻറ്റിംഗ് മെഷീൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇതിലേക്കാണ് നമ്മളെ പാർട്സൊക്കെ അസംബിൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ 3D പ്രിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് റൈലാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂൺ എന്ന് വെച്ചാൽ M545 എന്ന് പറഞ്ഞൊരു ഇതിലുള്ള സ്പൂണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് റെയിലാണ്. അപ്പോൾ അതിൻ്റെ സ്മോൾ ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് താഴത്തേക്ക് വെക്കണം, ഈ ലോങ് ഡിസ്റ്റൻസ് വരുന്നത് മുകളിലേക്ക് വരണം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രൂ M40 ആണ്. അടുത്ത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന സ്ക്രൂ M420 ആണ്. നമ്മൾ ഫിക്സ് ചെയ്യും. ഡിസ്പ്ലേ ആണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് M58 ആണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇനി നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഈസ്റ്റർ ആക്സിസ് ലിമിറ്റർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് അതിൻ്റെ മാക്സിമത്തിൽ സപ്പോർട്ട് ചെയ്തെടുക്കുക, ടൈറ്റ് ചെയ്തെടുക്കുക. ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് സ്വിച്ച് മോട്ടറാണ്. അതിനകത്ത് നമ്മൾ സ്ക്രൂ ആയിട്ട് ഉപയോഗിക്കുന്നത് M418P ആണ്. നമ്മളത് കണക്ട് ചെയ്തത്. അടുത്ത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ലീഡ് സ്ക്രൂ ആണ്. അത് നമ്മുടെ സ്റ്റെപ്പർ മോട്ടറിലേക്കാണ് ഫിക്സ് ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് HC കമ്പോണൻ്റ് ചെയ്ത് എക്സൈസിനെ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകണം. അതിന് നമ്മൾ ഈ സ്ലോട്ട് ഒന്ന് ജസ്റ്റ് നോക്കണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകണം M460 എന്ന് പറഞ്ഞ സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ എക്സാക്സിലേക്ക് ഈ ബെൽറ്റാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കട്ടിങ് നമുക്ക് നമ്മുടെ മോട്ടറിൽ വരാൻ പാകത്തിന് വരണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നോസിൽ കിറ്റാണ്. ഇത് നമ്മൾ എക്സൈസിറ്റാണ് കണക്ട് ചെയ്യണത്. അടുത്ത് നമുക്ക് നോസിൽ കിറ്റിലേക്ക് ബെൽറ്റ് ലോക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് അടുത്ത് നമ്മൾ ഇതാണ് ഈസ്റ്റർ ആക്സിസ് ബ്ലോക്ക് സ്ലൈഡ്. ഇത് നമുക്ക് എക്സാക്സിലേക്ക് ഫിക്സ് ചെയ്യാം. അതിനായിട്ട് സ്ലോട്ട് ഉണ്ട്, അതിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം. അടുത്ത് നമ്മൾ ഈ M460 എന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കമ്പോണൻ്റ് മൊത്തമായിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്യുക. നമ്മളിവിടെ ലീഡ് സ്ക്രൂ കറക്റ്റ് നോക്കണം. അതിൻ്റെ പൈ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ താഴത്തേക്ക് അടുത്ത നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ടോപ്പ് പ്രൊഫൈലാണ്. അതിൽ M525 എന്ന സ്ക്രൂട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്.
ഇത് നമ്മുടെ ഫിലമെൻറ്റ് ഹോൾഡറാണ്. ഇതിപ്പോൾ നമ്മൾ ഈ നമ്മുടെ ടോപ്പ് പ്രൊഫൈലിലേക്ക് അറ്റാച്ച് ചെയ്ത് വയ്ക്കും.